നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിത്യയുടെയും ഹരിയുടെയും കല്യാണം എവിടെ വെച്ചാ നടന്നേ? ഏത് അമ്പലത്തില്? അല്ലെങ്കിൽ ഏത് മണ്ഡപത്തില്? അതോ രജിസ്റ്റർ ഓഫീസിലായിരുന്നോ? എന്നാ സാർ? വാടാ, വാ. എന്താ ശരവണ, നീ എന്റെ ഒപ്പം നടക്കാത്തെ? പേടിയുണ്ടോ? ഇല്ല സാർ. നിന്നോട് എനിക്ക് വലിയ റെസ്പെക്റ്റാ ശരവണ. ഇത്രയൊക്കെ കാര്യങ്ങൾ എന്റെ കുടുംബത്തുണ്ടായിട്ടും അച്ഛൻ പോലും കൂടെ ഇല്ലാതിരുന്നിട്ടും നീ നന്ദി കാണിച്ചവന്. എനിക്കറിയാം എന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങള് എന്നെക്കാളും എന്റെ അമ്മയെക്കാളും ശരവണന് ഓർമ്മയുണ്ടാവും, അല്ലേ? വൈരിക്ക് എവിടെ വെച്ചാ ശരവണ ഹരിയുടെയും നിത്യയുടെയും വിവാഹം കഴിഞ്ഞത്? എന്നാ സാർ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എവിടെ വെച്ചാണ് ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടന്നത്? മണ്ഡപത്തിൽ വെച്ചായിരുന്നോ? അതോ അമ്പലത്തിലോ രജിസ്റ്റർ ഓഫീസിലോ? സാർ, അത് വന്ന് കല്യാണത്തിന്റെ ടൈമില് ഞാൻ ഊരിലില്ലായിരുന്നു സാർ. എന്നൂരിലൊരു ബന്ധു മരിച്ചിട്ട് ഞാൻ... ബന്ധു? അയാളുടെ പേരെന്താ സാർ? അത് ശരവണ, ഒരു നുണ പറയുമ്പോ അത് വൃത്തിയായിട്ട് പറയാൻ പഠിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നുണ പറഞ്ഞ തല കാണില്ല. നീ പാവോടാ, പച്ച പാവം. അല്ല, ഈ വിവാഹാലോചന എങ്ങനെയാ വന്നേ? ഹരി വന്ന് താല്പര്യം അറിയിക്കായിരുന്നോ അതോ നിങ്ങളെല്ലാരും കൂടി ഹരിയെ കണ്ടെത്തുമായിരുന്നോ? എന്നാ സാർ, എന്നാ ഇത്? എന്നാ இருந்தாலும் அம்மா கிட்ட கேளு. எனக்கு வந்து இந்த மாதிரி எல்லாம்... പച്ചപ്പാവോന്ന് പറഞ്ഞ എന്നെ കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കല്ലേ ശരവണ. ഇല്ല. ശരി, എന്നാ ഞാൻ വിളിക്കാം. ആ ജ്യോതി, നീ എവിടെ പോയാടി? അമ്പലത്തില് അമ്മയൊരു വഴിപാട് ഏൽപ്പിച്ചിരുന്നു. ആഹാ, വാ വാ, ഇങ്ങ് വന്നേ. നല്ല കാര്യമാ. അമ്പലത്തിൽ അതിരാവിലെ പോകുന്നത് ഒന്ന് ഫ്രഷ് ആവും. പിന്നെ ഈ നടയിൽ തൊഴുതു നിൽക്കുമ്പോ കളങ്കമൊക്കെ അങ്ങ് പോവും, അല്ലേ ശരവണ? പിന്നെ നമുക്ക് കള്ളം പറയാൻ തോന്നില്ല, അല്ലേ? അതെ ഏട്ടാ. നീ ഇപ്പോ ദൈവത്തിന്റെ നടയിൽ നിന്ന് വരുന്നതല്ലേ? നിനക്കിപ്പോ ഒരു കള്ളം പറയാൻ തോന്നുമോ? ഇല്ല. എന്നാ പറയും, നിത്യയുടെയും ഹരിയുടെയും കല്യാണം എവിടെ വെച്ചാ നടന്നേ? ഏത് അമ്പലത്തില്? അല്ലെങ്കിൽ ഏത് മണ്ഡപത്തില്? അതോ രജിസ്റ്റർ ഓഫീസിലായിരുന്നോ? ശരവണനെ ചോദിച്ചിട്ട് നല്ല ഓർമ്മ കിട്ടുന്നില്ല.
അവനവന്റെ പേരില്ലാത്ത ബന്ധു മരിച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കായിരുന്നല്ലോ. പക്ഷെ നിനക്ക് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ ഏട്ടാ. വീട്ടിലേക്ക് പൊയ്ക്കോ. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട്. വിവാഹമല്ലേ? ആ. അതൊരു അമ്പലത്തിൽ വെച്ചായിരുന്നു. ഓ, അമ്പലത്തിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അന്ന് എല്ലാവരും കൂടെ വണ്ടിയിൽ പോവായിരുന്നു. പൊക്കോ. ഓ, ജ്യോതി, ദൈവത്തിന്റെ നടയിൽ നിന്നാണ് നീ വരുന്നതെങ്കിലും നിന്റെ മനസ്സ് ശുദ്ധമല്ല. മനസ്സിൽ ഇപ്പോഴും കള്ളമുണ്ട്. ചെല്ല്. നീ എന്തിനാ പേടിക്കുന്ന ശരവണ? നീയല്ലേ എന്റെ കുടുംബത്തിന്റെ ആണിക്കല്ല്. മനസ്സിലുള്ളതൊക്കെ കെട്ടിപ്പൂട്ടി തന്നെ വെച്ചേക്കണം, കേട്ടോ? എന്റെ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലേ നിനക്ക്? എന്നാ ഞാൻ നിന്നെ നേരിട്ട് തന്നെ വന്ന് കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.